അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ സഹോദരി സഹോദരന്മാർ, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു സംഗമം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുള്ള തീയതികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ സ്ഥിരമായി പരിപാടി നടത്തുന്ന പല ഓഡിറ്റോറിയവും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ മാസം 27-ാം തീയതി നമ്മുടെ അംഗസംഖ്യയ്ക്ക് വിപരീതമായി ഈ വലിയ ഹാളിൽ ഈ ചെറിയ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, നിയോജകമണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് സെക്രട്ടറിമാർ, പോഷക സംഘടനകളുടെ ജില്ലാ ഭാരവാഹികളാണ്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികളുമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പരിപാടിയെ സാധാരണ പ്രവർത്തക കൺവെൻഷനായി കാണാതെ സദസ്സ് ഭംഗിയാക്കുന്നതിന് വേണ്ടി മുമ്പിലുള്ള സീറ്റുകൾ ഫില്ലാക്കി വളരെ അച്ചടക്കത്തോടു കൂടി ഈ ചടങ്ങിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം തിരഞ്ഞെടുപ്പിലായാലും മറ്റേത് മേഖലയിലായാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ല നിലവിൽ വന്നത് 1984 മെയ് 24-നാണ്. ജില്ല നിലവിൽ വരുന്നതിന് മുമ്പ് 5 മാസം മുമ്പ് 1983 ഡിസംബർ മാസത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി മുൻകൂറായി നമ്മൾ നിലവിൽ വരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ല നിലവിൽ വന്ന് 42 വർഷം കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്കുണ്ടായത് എന്ന് നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനത്തോട് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 198 അംഗങ്ങളാണ് ഈ ജില്ലയിൽ നമുക്കുണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 361 സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മത്സരിപ്പിച്ച് ഫലം വന്നപ്പോൾ 263 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. 363 അല്ല, 336 സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം നമ്മൾ മത്സരിപ്പിച്ചത്. അതിൽ നിന്ന് 263 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 78% സ്ഥാനാർത്ഥികളെ ഈ ജില്ലയിൽ നിന്ന് വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷം പകരുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികളെയും
അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച പാർട്ടി ഭാരവാഹികളെയും ഒന്നിച്ചിരുത്തി അവരുടെ സേവനങ്ങളെ പ്രശംസിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ളൊരു സംഗമം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച പാർലമെൻറ്റ് ബോർഡ് അംഗങ്ങളായ ബഹുമാന്യനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാറക്കൽ അബ്ദുള്ള സാഹിബ്, സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ്, വനിതാ ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി സെഫിയ അടക്കമുള്ള നേതാക്കളെയും LGMൻ്റെ സമുന്നതനായ നേതാവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമുക്കിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് ഫലപ്രദമായ അറിവുകൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുള്ള പി കെ സർഫുദ്ദീൻ അടക്കമുള്ള നേതാക്കളെയാണ്. അതിനിടയിൽ പി കെ ഫിറോസ് അത്യാവശ്യ കാര്യത്തിന് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ വേണ്ടി അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടത്തേക്ക് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൗഹൃദ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് പാർട്ടി അറിഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് നിങ്ങളെ പ്രവർത്തിച്ച് വിജയിപ്പിച്ചവരാണ്. മഹാനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓട്ട മത്സരത്തിൽ വിജയിച്ചാൽ ഞാൻ ഓടി എന്ന് അവകാശപ്പെട്ട് ഞാൻ വിജയിച്ചു എന്ന് ഓട്ട മത്സരത്തിൽ വിജയിച്ചവർക്ക് അവകാശപ്പെടാമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവർ ഒരിക്കലും ഞാൻ വിജയിച്ചു എന്ന് പറയരുത്. എന്നെ വോട്ടർമാർ വിജയിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണമെന്നാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഈ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വിജയിച്ച നമ്മുടെ നേതാക്കന്മാരോടും ജനപ്രതിനിധികളോടും പറഞ്ഞത്. ആ മഹത്തായ വാക്യം അവസാനം വരെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവരുടെ വിചാരങ്ങൾക്കനുസരിച്ച് അവരോടൊപ്പം ഒട്ടിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഏത് വിധേയന നടപ്പിലാക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ജനപ്രതിനിധികളുള്ള പെരുമാറ്റച്ചട്ടം ഇന്നത്തെ യോഗത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അടുത്ത ദിവസം സർക്കുലറായി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. ആ സർക്കുലർ പറയുന്ന കാര്യങ്ങൾ അക്ഷരംപതി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാ ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ജനപ്രതിനിധികളാകുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ പോലും അവർ പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിയാണ്. നിങ്ങൾക്ക് സീറ്റ് നൽകിയത്, നിങ്ങൾക്ക് ചിഹ്നം നൽകിയത്, നിങ്ങളെ വിജയിപ്പിച്ചെടുത്തത് മുസ്ലിം ലീഗാണ് എന്നുള്ള ബോധത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക്
വിധേയമായി പ്രവർത്തിക്കുകയും ആദ്യ പടി എന്ന രീതിയിൽ ഒന്നാമത്തെ നിങ്ങളുടെ ദൗത്യം മുസ്ലിം ലീഗിൻ്റെ ഉന്നമനവും മുസ്ലിം ലീഗ് പാർട്ടിയുമായിരിക്കണമെന്ന് ഉള്ള കാര്യം കൂടി നിങ്ങൾ ഉണർത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. ജനപ്രതിനിധികൾ എല്ലാ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ പോലും എല്ലാവരും വിളിച്ചാൽ പോകുന്ന ജനപ്രതിനിധി ആകരുത് എന്നാണ് എനിക്കിങ്ങോട്ട് പറയാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവുമായി ആലോചിച്ച് അത് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉള്ള പരിപാടികൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ആര് വിളിച്ചാലും പോകുന്ന ജനപ്രതിനിധികളായി മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ മാറരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നല്ല വിജയമുണ്ടാക്കി പലരും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ചെയർപേഴ്സണും ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ ആയിക്കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുണ്ട്. നമുക്ക് 263 അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ദൗത്യം അവസാനിക്കുന്നില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഈ ജില്ലയിൽ UDF പ്രത്യേകമായ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ സന്നിധായിട്ടുള്ള ബഹുമാന്യ നേതാക്കളും പ്രിയപ്പെട്ട ജനപ്രതിനിധികളും സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൊണ്ട് ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SIR കൊണ്ടുവന്നത് ഈ രാജ്യത്ത് നിന്ന് മതന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ആദ്യപടിയായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി വളരെ ശക്തമായ രീതിയിലാണ് പ്രവർത്തനം നടത്തിയത്. ഇനിയും നമുക്ക് വോട്ടർ ലിസ്റ്റ് സജ്ജമാകുമ്പോൾ UDF അനുകൂലമായ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ മുഴുവൻ വോട്ടുകളും നമുക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. എല്ലാ വോട്ടർമാരെയും നമ്മുടെ മുഴുവൻ വോട്ടർമാരെയും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ നേതാക്കന്മാരും ജനപ്രതിനിധികളും രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ കാര്യമാണ്. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ വാർഷിക വരിക്കാരായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർമാരും കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ നേതാക്കന്മാരും വാർഡ് ഭാരവാഹികളും ബാങ്ക് ഡയറക്ടർമാരും എല്ലാവരും നമ്മുടെ ഈ ചന്ദ്രികയുടെ സ്ഥിരംവരിക്കാരായിരിക്കണമെന്നുള്ള പാർട്ടിയുടെ കടുത്ത നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും ചന്ദ്രികയുടെ വാർഷിക സ്ഥിരം വരിക്കാരാകാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആ നിർദ്ദേശം സത്യസന്ധമായി സമയബന്ധിതമായി പാലിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. സർവശക്തനായ അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദ്രയുടെ വരിക്കാരാകുന്നതിന് വേണ്ടി ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവരും വാർഷിക സ്ഥിരം വരിക്കാരാവേണ്ട എല്ലാവരും പുറത്ത് ചന്ദ്രയുടെ ഒരു കൗണ്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൗണ്ടറിൽ പോയി പണം നൽകി, പേര് നൽകി, അഡ്രസ്സ് നൽകി ചന്ദ്രികയുടെ വാർഷിക സ്ഥിരം വരിക്കാരാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതിനു മുമ്പേ എൻ്റെ കടമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ, മറ്റുള്ള നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, പെർഫോമൻസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതോടൊപ്പം തന്നെ മുനിസിപ്പൽ
ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ പാർട്ടിയുടെ ഭാരവാഹിത്യം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുസ്ലിം ലീഗ് നൽകിയ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ ഭാരവാഹികൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പറയുന്ന എല്ലാ നിബന്ധനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ തീരുമാനമെന്ന രീതിയിൽ അസംമതി അനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുവേണ്ടിയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ PK സർഫുദ്ദീൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളോട് വിശദീകരിക്കും. ഇന്നത്തെ പരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെലക്റ്റഡ് ലീഡേഴ്സിൻ്റെ പരിപാടിയും നമ്മുടെ ജനപ്രതിനിധികളുടെ സംഘവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ പരിപാടിയിൽ ഈ ജില്ലയിൽ നമുക്കുണ്ടായ വിജയത്തിൻ്റെ സന്തോഷം എല്ലാവരും ഒരുമിച്ച് കൂടി അതിന് നേതൃത്വം നൽകിയവരുടെ സാന്നിധ്യത്തിൽ ആഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ ഷാളണിയിച്ചുകൊണ്ട് നിങ്ങളെ ആദരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഭക്ഷണപ്പൊതി ഇവിടെ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് കാസർഗോഡ് നഗരസഭയുടെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട KM ഹനീഫാണ് എല്ലാവർക്കും വേണ്ടി ഇവിടെ ഭക്ഷണപ്പൊതി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തോടുള്ള നന്ദിയും കൂടി പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നമ്മുടെ നേതാക്കന്മാരായ ബഹുമാന്യ CT അമരി സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നേതൃത്വം നൽകി നമ്മുടെ ജില്ലയിലെ പാർലമെൻറ്റ് ബോർഡിൽ അംഗമായിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാന്യ CT അമരി സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ധീരമായ നേതൃത്വം നൽകുകയും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാറക്കൽ അബ്ദുള്ള സാഹിബ്, അദ്ദേഹമാണ് ആ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായ ബഹുമാന്യ KA ബക്കർ സാഹിബാണ്. നമ്മുടെ പ്രസിഡന്റ് കളക്ടർ മാനാജി സാഹിബ് ചെറിയ ഒരു അസുഖത്തെ തുടർന്ന് ചികിത്സയിലായതിനാലാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യ KA ബക്കറിനെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ഉപകാരപ്രദമായ അറിവ് നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള LGMLൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ഈ മേഖലയിലെ കരുത്തുറ്റ സാന്നിധ്യം ബഹുമാന്യ PK സർഫുദ്ദീൻ സാഹിബിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി സെപ്പിയ അവറുകളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികളായ AM കടവത്ത്, TA മൂസ സാഹിബ്, അഡ്വക്കേറ്റ് NA കാലത്ത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ
ബഹുമാനായ ബഷീർ പള്ളിക്കോത്ത്, അതുപോലെ തന്നെ AGC ബഷീർ, സത്താർ വടക്കുംപാത്ത്, റൌപ്പാജി, കാട്ട അബ്ദുൽ ഖാദർ, അസീസ് മരിക്ക, ആരിഫ് AK ആരിഫ്, അബ്ബാസ് M അബ്ബാസ്, അബ്ദുള്ള കുഞ്ഞിച്ചേർക്കള, ആരിഫ് ചൂരി, അഷഫ് പടിനീർ തുടങ്ങി ഇവിടെ സന്നിധായിട്ടുള്ള വേദിയിൽ സന്നിധായിട്ടുള്ള മുഴുവൻ നേതാക്കളുമായി, അതോടൊപ്പം തന്നെ ഈ പരിപാടി സംബന്ധിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ, നിയോജകമണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മുനിസിപ്പൽ പ്രസിഡന്റ് സെക്രട്ടറിമാർ, ജില്ലയിലെ പോഷക സംഘടനയുടെ ജില്ലാ ഭാരവാഹികൾ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയായും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കാൻ പ്രിയങ്കരനായ KA ബക്കർ സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരിക്കൽ കൂടി സ്വാഗതം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.